മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, അമ്മാവന്റെ ശാപം കൊണ്ടാണ് അച്ഛൻ മരണപ്പെട്ടതെന്നാണ് അമ്മ കരുതിയത്. പക്ഷെ എന്റെ വിശ്വട്ടനെ അവൻ കൊല്ലിക്കുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ആ സത്യം അറിഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് അവനെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നീയും നിന്റെ അമ്മാവനോടൊപ്പം ഇനി നിൽക്കരുത്. അവന് നിയമം അനുസരിക്കുന്ന ശിക്ഷ പരമാവധി വാങ്ങിക്കൊടുക്കണം. അവനെപ്പോലുള്ളവർക്ക് ഇനി ജീവിക്കാനുള്ള അർഹതയില്ല, മരിക്കണവര് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, പിന്നെ അമ്മാവന് അമ്മാവൻ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും അമ്മാവന്റെ മേൽ തന്നെയാണ് ന്യായം. കാരണം എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും മഞ്ജുവിനും അമ്മയ്ക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയിരുന്നു. അമ്മയ്ക്ക് അമ്മാവന്റെ കാര്യം പറഞ്ഞ് പിണങ്ങി വീട്ടിൽ പോയി ഇരുന്നൂടായിരുന്നോ? അമ്മന്റെ കഴിവുകൾ കൊണ്ടാ ഒന്നും കിട്ടാതെ പോയതെന്നൊക്കെ പറയുമ്പോ, ഡാ നീ എന്തീ പറയുന്നത്? അപ്പോ ഞാൻ സ്വത്തിനെയും പണത്തിനെയും മാത്രം സ്നേഹിക്കണം ആയിരുന്നു എന്നാണോ? നിന്റെ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അമ്മേ ദേ നോക്ക്, അച്ഛന് കണ്ണേട്ടനല്ലാതെ മറ്റു രണ്ട് കുട്ടികളുണ്ടല്ലോ. അപ്പൊ എന്തായാലും അച്ഛൻ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ കാര്യം ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോടതിയിൽ വെച്ച് നിയമപരമായിട്ട് തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും. എടാ നീ എന്തീ പറയുന്നത്? ഞാനും അച്ഛനും ഡിവോഴ്സ് ആയി ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് വലിയൊരു ചാൻസാ മിസ്സായി പോയത്. ഇനി അയാൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്ന സമയത്തേ നമുക്കെല്ലാവർക്കും അങ്ങ് ഇറങ്ങാം. ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കണ്ണനെ പോലെയാണ്, സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമേ തോറ്റു പോവുകയുള്ളൂ. രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന ആളല്ല. പിന്നെ എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോകാനായിട്ട് കഴിയില്ല. കാരണം എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എന്നോടും തിരിച്ചും. തിരിച്ചുള്ള ഇഷ്ടം അമ്മ പറയുന്നും വേണ്ട. അമ്മ ശരിക്കും ഒരു കെയർ ടേക്കർ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് അത്ര മാത്രമായിരുന്നു. അല്ലെങ്കിലും അമ്മയ്ക്ക് ഭ്രാന്താണ്. അച്ഛനെ കല്യാണം കഴിക്കാനെന്നൊക്കെ പറയുമ്പോൾ, റൗണി നിന്നോടൊന്നും സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. പക്ഷെ ഒന്നും ഞാൻ പറയാം, നിന്റെ അമ്മാവനും ആ പ്രതാപനും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇന്ന് ജയിലിൽ നിന്നും ഇറങ്ങും. പക്ഷെ അവരൊരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. അവരോടൊപ്പം കൂടിയാൽ നീയും കണ്ണനെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടതൊക്കെ തരും. ഇത്രയും എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോവുകയാണ്. ശേഷം മാർക്കോയാവട്ടെ പ്രതാപനെയും വാമദേവനെയും കിടത്തി ചികിത്സിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കിടത്തിയതിന് ശേഷം രണ്ടാളുടെയും നടുമ്പുറത്ത് നോക്കിയിട്ട് ചവിട്ടുന്നുണ്ട്. വേദന കൊണ്ട് രണ്ടാളും പൊളയാണ്. കർക്കിടക ചികിത്സ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? ഏട്ടാ ലോപ്പസേ, ആ ചുവരിലിങ്ങോട്ട് എടുത്തേ. എന്നിട്ട് രണ്ടുപേരുടെയും കാല് നോക്കി കുറച്ചധികം ക്രൂരമായി തന്നെ അടിക്കുന്നുണ്ട്. ഈ സമയം മാർക്കോ മതിയുടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ കരയുകയാണ്. ഇതുപോലെ തന്നെ അല്ലടാ നീ ഒരാളെ കൊന്നു കളഞ്ഞത്. ചോര വാർന്നു കിടക്കുന്ന അയാളെ രക്ഷപ്പെടുത്താതെ അയാളുടെ മകന്റെ മുഖം നോക്കാതെ വണ്ടി ഓടിച്ചു പോയില്ലേ? ഇവന്റെ വാക്ക് കേട്ടിട്ടല്ലേ നീ അങ്ങനെ ചെയ്തത്? അപ്പോ നീയും ഇവനും ഇത് അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളരെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാത്തിനും ശേഷം ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾ അവർക്ക് പ്രതികൂലമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. കോടതിയിൽ വെച്ച് രണ്ടെണ്ണത്തിനെയും കത്തിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇല്ല മാർക്കോ, ഇനി ഒന്നും ചെയ്യും. തുടർന്ന് കരുണയാവട്ടെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശി ഫോൺ എടുക്കുകയാണ്. എന്താ മോളെ? അല്ല, അച്ഛൻ എന്താ ഇതുവരെ എത്തിയില്ലേ? അറിയില്ല, ഞാനും അവനെ കാത്തിരിക്കുക. ഇനിയിപ്പോ വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയെന്ന് അറിയില്ലല്ലോ. അവൻ വരേണ്ട സമയം കഴിഞ്ഞു. അതെ, മോള് വിഷമിക്കാതിരിക്കും. അച്ഛൻ വന്നുടനെയും ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണനോട് പ്രതാപനെയും വാമദേവനെയും കുറിച്ച് സംസാരിക്കുകയാണ്. അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം മോനെ. അവരൊരിക്കലും പുറത്ത് ഞെളിഞ്ഞ് നടക്കരുത്. അത് നമ്മുടെ അച്ഛന്റെ ആത്മാവിന് സഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ വിഷമിക്കാതിരിക്കും. രണ്ടിടത്തിനും ഞാൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ഉണ്ണിയുടെ വീൽ ചെയറും തള്ളിക്കൊണ്ട് കരുണയും വരുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ആ എത്തിയല്ലോ ഡി, ഇനി നിന്റെ അച്ഛന്റെ ഉപദേശം കേട്ട് നടക്കാനാണോ നിന്റെ പ്ലാന്? കണ്ണേട്ടാ, ഈ കേസ് വേണ്ടെന്ന് വെച്ചൂടെ? എന്തിനാ ഞാൻ ഈ കേസ് വേണ്ടെന്ന് വെക്കുന്നത്? രണ്ട് ക്രൂരന്മാരെ രക്ഷപ്പെടുത്താനോ? ഒരിക്കലുമില്ല. അവന്മാരെ ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. അവരെ ഒരിക്കലും പുറംലോകം കാണിക്കില്ല. ഉറപ്പായിട്ടും വർഷങ്ങളോളം അവർ തടവിൽ കഴിയുക തന്നെ ചെയ്യും. പിന്നീട് ചെയ്ത തെറ്റോർത്ത് അവർ ഒരുപാട് വിഷമിക്കുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, അതെ നഷ്ടപരിഹാരം എനിക്ക് വേണം. എനിക്ക് മാത്രമല്ല എല്ലാവരും നഷ്ടപരിഹാരം വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നിനക്ക് സ്വത്തിനോടും പണത്തിനോടും മാത്രമേ ആർത്തിയുള്ളൂ. അച്ഛനെ കൊന്ന കാശ് എനിക്ക് വേണ്ടടാ. എന്തായാലും പോവേണ്ടത് നമുക്ക് പോയി. അങ്ങനെ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിലും അത് അനാഥാലയത്തിലേക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളുടെ പൈസയൊക്കെ അനാഥാലയത്തിലേക്ക് കൊടുത്തോ, പക്ഷെ എൻ്റെ പൈസ പറ്റില്ല. അതെനിക്ക് തന്നേ മതിയാവൂ. കാരണം ഇവളുടെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് 150 പവൻ സ്വർണ്ണമൊക്കെ തന്നു. പക്ഷെ എന്താ കാര്യം? ഇവളെ അതിൽ നിന്നും ഒരു തരി പൊന്നു പോലും തൊടാൻ എന്നെ അനുവദിക്കില്ല. ഈ സമയം കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടാ ദയവ് ചെയ്ത് എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഓർത്ത് ഈ കേസ് വേണ്ടെന്ന് വെക്കണമെന്ന് പറയുമ്പോൾ
ഉണ്ണി പറയുന്നുണ്ട്, എന്തിനു വേണ്ടെന്ന് വെക്കണം, നഷ്ടപരിഹാരം കിട്ടണം. നിന്റെ വയറ്റിലുള്ള കുഞ്ഞെ വയറ്റിൽ തന്നെ കിടക്കത്തില്ല, അത് പുറത്തേക്ക് വരും. അപ്പൊ പിന്നെ നമുക്ക് ജീവിക്കണ്ടേ? ഇയാളാണെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ പുറത്താക്കുകയും ചെയ്യും. അപ്പോളേ നഷ്ടപരിഹാരം കിട്ടിയേ മതിയാകും. അങ്ങനെ ഉണ്ണിയുടെ മുഖത്ത് നോക്കി തന്നെ കരുണ പറയുന്നുണ്ട്, ഇയാളോടൊപ്പമുള്ള ജീവിതം ഇനി എത്ര കാലം എന്നറിയില്ല. പിന്നീടുള്ള കാലം എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും എൻ്റെ മുത്തശ്ശിയും അച്ഛനും മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ വകയില്ല കണ്ണേട്ടാ. എന്നെ ഓർത്തിട്ടെങ്കിലും വേണ്ടെന്ന് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് തുറക പറയുന്നുണ്ട്, കണ്ടല്ലേടാ ഉണ്ണി, നിന്റെ ഭാര്യയുടെ സംസാരം അത്രയ്ക്കുള്ളൂ നിന്നെ വിശ്വാസം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അച്ഛൻ അവൻ അനുഭവിക്കും, കൂടെ ആ വാമദേവനും. പിന്നെ ഇനി വെടച്ചിലെടുത്ത് വരികയാണെങ്കിൽ നിന്റെ അച്ഛൻ ദേ മരുമോനെ പോലെ തന്നെ വീൽ ചെയറിലാവുമെന്ന് പറഞ്ഞേക്കണം. മോനെ കണ്ണ, ഇവരുടെയൊന്നും വാക്ക് കേൾക്കരുത്. വിശ്വേട്ടന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടണം. അവര് ജയിലിനകത്ത് കടന്ന് തന്നെ പുഴുത്ത് ചാവണം എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിലാക്കിയവർക്ക് ഒരിക്കലും ഞാൻ ക്ഷമ കൊടുക്കില്ല. എൻ്റെ ഒരുപാട് നല്ല കാലമാണ് പോയത്, എൻ്റെ ജീവിതമാണ് അവരില്ലാതാക്കിയത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കരുണയോട് ദുർഗ പറയുന്നുണ്ട്, റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ട് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു വന്നാലുണ്ടല്ലോ അവനെ മുട്ടുകാൽ ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം, ഇവിടെ നിന്നും അവനെ കാണാനും ഇടയ്ക്കിടയ്ക്ക് പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാൾക്ക് നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കാണല്ലോ ആർത്തി കൂടുതൽ. അല്ലാതെ പിന്നെ എനിക്ക് എന്തായാലും കിട്ടേണ്ടത് കിട്ടണം എന്ന് പറഞ്ഞ ഉണ്ണിയും അവിടെ നിന്നും പോവുകയാണ്. കരുണയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. ശേഷം വാമദേവനും പ്രതാപനും ചേർന്ന് പ്രതാപന്റെ കാറിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട്, എടാ എന്നെ റോഡിൽ ഇറക്കി വിടല്ലേ, നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഡാ ആദ്യം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ, എനിക്ക് അവിടെ പോയിട്ട് കാര്യമുണ്ട്. എടാ അങ്ങനെയല്ല, ആദ്യം നീ എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറക്ക വിടാനായിട്ട് നോക്കുമ്പോൾ, എടാ വേണ്ട, എനിക്ക് നടക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറയുകയാണ്. ശരി, എന്നൊരു കാര്യം ചെയ്യാം, നീ മുന്നിൽ വന്നിരിക്കെ, ഞാൻ പുറകിലിരിക്കാം. ആ അങ്ങനെ വാമദേവൻ ഇറങ്ങുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ ഡ്രൈവറോട് വണ്ടി എടുക്കാനായിട്ട് പറയുകയാണ്. അത് കാണുമ്പോൾ വാമദേവൻ വണ്ടി കുറച്ചങ്ങോട്ട് നീങ്ങി ഉടനെ, എടാ പ്രതാപ നീ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ, ഓ ഇനി നശിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കാർ എടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം വാമദേവൻ, എൻ്റെ കയ്യിൽ നിന്നും ആ വിശ്വനാഥനെ കൊല്ലാനായിട്ട് പൈസ എണ്ണി വാങ്ങിച്ചതിന് നന്ദി പോലും ഇവനില്ല. ഈശ്വര, ഞാൻ എങ്ങനെ നടന്ന് വീടെത്തും എന്നൊക്കെ പറഞ്ഞ അയാളാണെങ്കിൽ ഒരു വിധത്തിൽ നടക്കുകയാണ്. അങ്ങനെ മോഹിനി ആവട്ടെ കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടു കൊടുക്കുന്നില്ല. അവിടെ ചെന്നാലേ ഞാനും അവളും തമ്മിൽ വഴക്കാവും. അതുകൊണ്ടേ നിങ്ങൾ ചെന്ന് കൊടുക്കും. നോക്ക്, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ പ്രതാപനെ ഇന്നാണ് റിമാൻഡ് കാലാവധി കഴിയുന്നത്. അവൻ ഇത്ര നേരമായിട്ടും ഇവിടേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ യാതൊരു ടെൻഷനും നിനക്കില്ലല്ലോ. പറ്റുമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്ക്. അതെ, അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അയാൾ വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ പ്രതാപന്റെ കാറ് മുറ്റത്തേക്ക് വരികയാണ്. ഈ സമയം പ്രതാപനെ താങ്ങി പിടിച്ച ഡ്രൈവർ മോഹനൻ വരുന്ന കാഴ്ചയാണ് മുത്തശ്ശി കാണുന്നത്. അയ്യോടെ പ്രതാപ, എന്ത് പറ്റി ഈശ്വര, പോലീസുകാരെല്ലാവരും കൂടിയിട്ട് ഇവനെ ഇടിച്ച് പരത്തിയോ? ഈ വയസ്സാങ്കാലത്ത് എന്തൊക്കെ കാഴ്ചകളെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മോഹനോട് പോകാൻ പറഞ്ഞിട്ട് പ്രതാപനെ താങ്ങി പിടിക്കുകയാണ്. അങ്ങനെ എടാ മോനെ, എന്താ എന്താ പറ്റിയത്, എല്ലാം പറയാമേ. എടി, നിന്റെ പ്രാർത്ഥന ഫലിച്ചു, എൻ്റെ മോൻ കണ്ടില്ല വന്നിരിക്കുന്നത് എന്ത് കോലത്തിലാണെന്ന്. ഡി ഒന്ന് വന്ന് പിടിക്കടി എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയാണെങ്കിൽ അത് കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുകയാണ്. ഈ സമയം പ്രതാപൻ മോഹിനിയോട് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടടി, നീയൊക്കെ കൂടി അറിഞ്ഞിട്ടാണല്ലോ എന്നെ ഈ പരുവത്തിലാക്കിയതെന്ന് പറയുമ്പോൾ മോഹിനി വീണ്ടും ഒന്നും മിണ്ടതില്ല. പ്രതാപ മോനെ, എന്താ സംഭവിച്ചത്? അമ്മയും വരുന്ന വഴിക്ക് ആ മാർക്കോയും ലോപ്പസും ഞങ്ങളെ തടഞ്ഞു നിർത്തി. ഓ നിർത്ത് നിർത്ത് നിർത്ത്, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്താ സംഭവിച്ചെന്നൊക്കെ എനിക്ക് നന്നായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആകെ വല്ലാതെ ആവുന്നുണ്ട്. ഈ സമയം മോഹിനിയാണെങ്കിൽ അത് വേണമെന്നുള്ള ഭഗവാത്തിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.